ശ്രീ അനൂപ് ജേക്കബ്. സർ, അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള നിർദ്ദിഷ്ട ദേശീയപാത 544 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിരവധി ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. സർ, ഈ പദ്ധതിയെ ഞങ്ങൾ ആരും എതിർക്കുന്നില്ല, പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. എത്രയും വേഗം ഇപ്പോൾ നടപ്പിലാക്കുകയും വേണം. പക്ഷേ നടപ്പിലാക്കുമ്പോൾ ആലുവ, കുന്നത്നാട്, കണയന്നൂർ എന്നീ 3 താലൂക്കുകളിലായി ഏകദേശം 17 വില്ലേജുകളിലായിട്ടാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ ഭൂ ഉടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഗവൺമെൻറ് 445/2024 പ്രകാരം ജിയോ പുറപ്പെടുവിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് പ്രകാരം കെട്ടിടങ്ങളുടെയും വീടുകളുടെയും വില നിർണ്ണയിക്കുമ്പോൾ അതിൻ്റെ കാലപ്പഴക്കം കണക്കാക്കണമെന്നുള്ളതാണ് ആ ജിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. വേറെ NH 66 ഒപ്പം തന്നെ പാലക്കാട് ഹൈവേ NH 966 അതിൻ്റെ സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു നിബന്ധനകളും കൊണ്ടുവന്നിരുന്നില്ല. അപ്പോൾ ആ 2 ഹൈവേകളുടെ ഭൂമി ഏറ്റെടുത്തപ്പോൾ ഇല്ലാത്ത നിബന്ധനകൾ ഈ അങ്കമാലി കുണ്ടന്നൂരിൻ്റെ സ്ഥലത്തിന് വേണ്ടി ഹൈവേക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ കൊണ്ടുവരുന്നത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒന്ന് അവർക്ക് മാർക്കറ്റ് വില നൽകാനുള്ള നടപടി ഉണ്ടാവണം. രണ്ടാമത് അവിടെയുള്ള കെട്ടിടങ്ങളുടെയും വീടുകളുടെയും കാലപ്പഴക്കം കണക്കാക്കാതെ തന്നെ വില നിർണ്ണയിക്കണം. അത് പ്രീസിഡൻസ് ഉണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ NH 66 കാര്യത്തിൽ. ഒപ്പം തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവസാനം എടുക്കാൻ കഴിയാതൊരു കഷ്ണം ബാക്കിയായി പോകും. അത് ഒരു പ്രയോജനം ഇല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ അതുണ്ടാവാതിരിക്കത്തക്ക നിലയിൽ ഭൂമി പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇനി അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയാതെ പോകുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഭൂ ഉടമയ്ക്ക് അവിടെ കെട്ടിടം പണിയാനായിട്ട് നിബന്ധനകളിൽ ഇളവ് നൽകാനുള്ള നടപടി ഉണ്ടാവണം. സാർ, ഇത് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് വലിയ ആശങ്ക ഇക്കാര്യത്തിൽ ആ ഭാഗത്ത് ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. അവരെ ഭൂമി വിട്ടുകൊടുക്കുന്നതിൽ അവരെതിരല്ല, അവരവർ പൂർണ്ണമായും അതിനെ സ്വാഗതം ചെയ്യുന്നു, എല്ലാ പൊതുസമൂഹവും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ന്യായമായ നിലയിലുള്ള നഷ്ടപരിഹാരം അവർക്ക് ലഭിക്കാൻ, അർഹമായ നഷ്ടപരിഹാരം അവർക്ക് ലഭിക്കാനുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇത്തരത്തിൽ ഒരു ജിയോ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് കാലപ്പഴക്കം നിർണ്ണയിക്കാതെ വില കെട്ടിടങ്ങൾക്ക് നൽകാനും മാർക്കറ്റ് വില നൽകാനുള്ള നടപടി ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവണം എന്നതാണ് എനിക്ക് ഈ സബ്മിഷനിലൂടെ സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്തെ ദേശീയപാതകളുടെ വികസനം സാധ്യമാക്കുന്നതിന് രാജ്യത്തെ ഏതൊരു സംസ്ഥാന സർക്കാരുകളെക്കാളും ഉത്തരവാദിത്തവും സാമ്പത്തിക ബാധ്യതയും ഏറ്റെടുത്ത സർക്കാരാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇച്ഛാശക്തിയോടെ നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായി കേരളം ദേശീയപാത വികസനം സാധ്യമാക്കുകയാണ്. ദേശീയപാത 66ന്റെ വികസനത്തിനായി 5580 കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതമായി കേന്ദ്രത്തിന് നൽകി കഴിഞ്ഞു. ദേശീയപാത 66ന്റെ വികസനം സാധ്യമാക്കുകയെന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന്റെ 25% കേരളം വഹിക്കാൻ സമ്മതിക്കുകയായിരുന്നു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് 1629.24 കോടി രൂപയാണ് സംസ്ഥാനം ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നത്. NH 544 എറണാകുളം ബൈപ്പാസിന് 424 കോടി രൂപയുടെയും കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പാതയ്ക്ക് 317.35 കോടി രൂപയുടെയും സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. 8000 കോടിയോളം രൂപ കേരളത്തിലെ ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ വഹിക്കുകയാണ്. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും ഇത്രയേറെ സാമ്പത്തിക ബാധ്യത ദേശീയപാത വികസനത്തിനായി വഹിക്കുന്നില്ല. ഈ നാടിൻ്റെ വികസനം സാധ്യമാക്കുവാൻ ഇച്ഛാശക്തിയോടുകൂടി തന്നെ LDF സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ദേശീയപാത 544 എറണാകുളം ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ് ഈ സബ്മിഷൻ. 1956 NH ആക്ട് പ്രകാരമാണ് ദേശീയപാത നിർമ്മാണത്തിനുള്ള ഭൂമി ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്ത ഭൂമിക്കുള്ള നഷ്ടപരിഹാര നിർണയം നടത്തുന്നത് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 എന്നിവ പ്രകാരമാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂ ഉടമകളുടെ ആശങ്കകളും സംശയങ്ങളും പരിഹരിക്കുന്നതിന് ഹിയറിംഗ് നടപടികൾ സ്വീകരിക്കും. ഇത്തരം ആശങ്കകൾ പരിഹരിച്ചതിന് ശേഷമേ 3D നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ദേശീയപാത പ്രവർത്തികൾ അവലോകനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൃത്യമായ ഇടവേളകളിൽ ഉന്നതതല യോഗങ്ങൾ ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ദേശീയപാത പ്രവർത്തികളെ സംബന്ധിച്ചും
ആ യോഗത്തിൽ പരിശോധന നടത്താറുണ്ട്. നിലവിലുള്ള ദേശീയപാത പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ഇടപെടൽ സർക്കാർ നടത്തുന്നതാണ്.